ബൈബിളിലെ അവസാന പുസ്തകമായ വെളിപാട് എഴുതപ്പെട്ട ഗുഹ സന്ദർശകരെ കൊണ്ട് നിറയുന്നു. ഗ്രീസിലെ പാറ്റ്മോസ് ദ്വീപിൽ സ്കാലയ്ക്കും ചോറയ്ക്കുമിടയിലുള്ള പാതയിലാണ് ഈ വിശുദ്ധ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. യോഹന്നാൻ ശ്ലീഹ തന്റെ പ്രവാസകാലത്ത് ദൈവത്തിൽ നിന്ന് ദർശനങ്ങൾ സ്വീകരിക്കുകയും അത് വെളിപാട് പുസ്തകമായി രേഖപ്പെടുത്തുകയും ചെയ്തത് ഇവിടെ വെച്ചാണെന്നാണ് ക്രൈസ്തവ പാരമ്പര്യം വിശ്വസിക്കുന്നത്. AD 1-ാം നൂറ്റാണ്ടിൽ റോമൻ ചക്രവർത്തി ഡൊമീഷ്യന്റെ ഭരണകാലത്താണ് യോഹന്നാൻ ശ്ലീഹ പാറ്റ്മോസിലേക്ക് നാടുകടത്തപ്പെട്ടത്. തന്റെ ശിഷ്യനായ പ്രൊക്കോറാസിന്റെ സഹായത്തോടെയാണ് യോഹന്നാൻ താൻ കണ്ട ദർശനങ്ങൾ രേഖപ്പെടുത്തിയത്. അക്കാലത്ത് പീഡനങ്ങൾ അനുഭവിച്ചിരുന്ന ഏഷ്യ മൈനറിലെ ക്രൈസ്തവ സമൂഹങ്ങൾക്ക് പ്രത്യാശയും ധൈര്യവും നൽകാനാണ് ഈ പുസ്തകം എഴുതപ്പെട്ടത്. യോഹന്നാൻ ശ്ലീഹ താമസിച്ചിരുന്ന ഈ ഗുഹയ്ക്ക് ഏറെ പ്രത്യേകതകളുണ്ട്. ഗുഹയുടെ മുകൾ ഭാഗത്തുള്ള 3 പിളർപ്പുകൾ പരിശുദ്ധ ത്രിത്വത്തെ സൂചിപ്പിക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ പിളർപ്പിലൂടെയാണ് യോഹന്നാൻ ദൈവസ്വരം കേട്ടതെന്നാണ് പാരമ്പര്യം. യോഹന്നാൻ വിശ്രമിക്കാനും എഴുതാനുമായി ഉപയോഗിച്ചതെന്ന് കരുതപ്പെടുന്ന കൽത്തട്ടുകളും മറ്റും ഇന്നും ഇവിടെ സൂക്ഷിക്കപ്പെടുന്നുണ്ട്. 1999 യുനെസ്കോ ഈ ഗുഹയെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി. ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ കീഴിലുള്ള ഈ ഗുഹ ഇന്നും സജീവമായ ഒരു ആരാധനാ കേന്ദ്രമാണ്. ഗുഹയ്ക്ക് മുകളിലായി AD 1088 നിർമ്മിക്കപ്പെട്ട വലിയൊരു ആശ്രമമുണ്ട്. ബൈസന്റൈൻ ചക്രവർത്തി അലക്സിയോസ് കോംനെനോസിന്റെ സഹായത്തോടെയാണ് ഇത് പണികഴിപ്പിക്കപ്പെട്ടത്. പുരാതന കയ്യെഴുത്തു പ്രതികളും തിരുശേഷിപ്പുകളും ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നതായി കാണാം. ഇന്നും ലോകമെമ്പാടുമുള്ള തീർത്ഥാടകർക്ക് വിശ്വാസത്തിന്റെയും സഹനത്തിന്റെയും പ്രതീകമായി ഈ ഗുഹ നിലകൊള്ളുന്നു.